അപ്പൊ നോക്കിയാ ഉള്ളിത് നന്നാക്കി കൊണ്ടുണ്ട്. അപ്പൊ അത് കഴുകിണ്ട്. അപ്പൊ അത് ഇട്ട് കൊടുക്കാം നമുക്ക് ആദ്യം. ചെറുള്ളിട്ട് ഇടണം ആദ്യം. തീ കൂടിയിട്ടത് ഹലോ ഫ്രണ്ട്സ്, ഞങ്ങൾ വീണ്ടും എത്തി. ഇന്ന് പ്രമാണിയെ കാണാനായിട്ട് ഞാനും ശരത്തും കൂടെ പ്രമാണിയുടെ വീട്ടിലേക്ക് പോയി. അവിടെ ചെന്നപ്പോൾ ആൻറ്റി പറഞ്ഞു അവൻ അവിടെ ഇല്ല. നമ്മുടെ ഭീമൻ രവിചേട്ടൻ പറയുന്ന പോലെ പ്രമാണിയുടെ താളവത്തിലാണെന്നാണ് പറഞ്ഞത്. എന്നാൽ പിന്നെ അവനെ ഒന്ന് കണ്ട് ഇന്നത്തെ ഒരു ദിവസം അവൻ്റെ കൂടെ കൂടാമെന്ന് വിചാരിച്ചു. അപ്പൊ ആള് ഒരു പുണ്യപ്രവർത്തിയിലാണ്. അവിടെ ചൂടല്ലേ, ചെടികൾക്ക് വെള്ളം ഒഴിച്ചുകൊണ്ട് നിൽക്കുന്നു, അവരുടെ ദാഹം മാറ്റുന്നു. എനിക്കാണെങ്കിൽ നല്ല വിശപ്പും ദാഹം എനിക്കും ശരത്തിനും ഉണ്ട്. ഹലോ, എന്താ പരിപാടി? എന്ത് പരിപാടിയാണെങ്കിലും നടത്താലോ നമുക്ക്. നല്ല വിശപ്പുണ്ട്, അപ്പൊ എന്ത് ചെയ്യും? നമുക്ക് കാര്യം ചെയ്യാം, വീട്ടിൽ നല്ലൊരു ചിക്കൻ വാങ്ങി വെച്ചിട്ടുണ്ട്, നാടൻ കോഴി. അത് വെച്ച് എന്തായാലും നമുക്ക് സെറ്റ് ചെയ്യാന്ന്. എന്ത് വെറൈറ്റി ഉണ്ടാക്കാൻ പോകുന്നേ? അത് ഇന്ന് എന്റെ സ്പെഷ്യൽ അല്ലേ, അപ്പൊ എന്തേലൊക്കെ നമുക്ക് ചെയ്യാം വെറൈറ്റി ആയിട്ട്. ഇവനിന്ന് കാലത്ത് വാങ്ങിയ കോഴിയാട്ടാ, നാടൻ കോഴിയാണ്. ഇവനെ വണ്ടിയിലെ ഡിക്കിയിൽ ഇട്ടിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന. അപ്പൊ ആള് നല്ല ചൂടൊക്കെ അടിച്ച് അവശ്യ കലാകാരനായി ഇപ്പൊ. എന്തായാലും എന്നെ കൊല്ലാൻ പോവാ. അതിന് മുന്നേ കുറച്ച് വെള്ളമൊക്കെ കൊടുത്തിട്ട് നമുക്ക് കൊല്ലാം അതിനെ. അതല്ല അതിന്റെ ശരിക്കുള്ള നീതി. അപ്പൊ അതിന് കുറച്ച് വെള്ളം കൊടുക്കാം നമുക്ക്. അപ്പൊ പിന്നെ നമുക്ക് കലാപരിപാടി സ്റ്റാർട്ട് ചെയ്യാം. കല്ലിരിക്കണ്ട, ആ കല്ലൊക്കെ ഇങ്ങോട്ട് എടുത്ത അവിടെ ഒരു അടുപ്പ് സെറ്റ് ചെയ്യാൻ. അത് സെറ്റ് ചെയ്തിട്ട് നമുക്ക് പരിപാടി. വായ മോള കല്ലെടുത്തോ. കൃഷ്ണ 3 കല്ല് വെച്ച് ഇവിടെ വെക്കുന്ന. അപ്പൊ ഇനിയിപ്പോ ഒരു കാര്യം ചെയ്യാം, നമുക്ക് കോഴീനെ ആദ്യം തന്നെ കൊന്നിട്ട് അതിന്റെ തൊലി പൊളിക്കാനുള്ള പരിപാടികൾ നമുക്ക് ചെയ്യാം. അപ്പൊ പിന്നെ ഇവിടെ നമ്മുടെ ഇവിടെ പഴയ വീടല്ലേ, അപ്പൊ വീട്ടിൽ കുറച്ച് പാത്രങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട്. നമ്മളിവിടെ ആദ്യം താമസിച്ചിരുന്നാണ് ഈ വീട്ടില്. അപ്പൊ ഇവിടെ നമുക്ക് കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ എടുത്തിട്ട് സെറ്റ് ചെയ്യാം. അപ്പൊ ആദ്യം തന്നെ പോയിട്ട് മോട്ടർ ഷെഡിൽ പോയിട്ട് വെള്ളം മോട്ടർ അടിക്കാം. മോട്ടർ ഓഫാക്കി ഇട്ടൊക്കെയായിരുന്നു. അപ്പൊ അന്ന് പോയിട്ട് അപ്പൊ അങ്ങനെ നോക്കിയാൽ ഒരു പാത്രം നമുക്ക് ചാലായിട്ടാ. അപ്പൊ ഈ പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് നമുക്ക് അതിൽ ചൂടാക്കാൻ വെക്കാം. അപ്പൊ ആദ്യം നമുക്ക് വെള്ളം എടുക്കാം. ഈ പാത്രം ഒന്ന് കഴുകിയിട്ട് വെള്ളം എടുക്കാം. നമുക്കിതൊന്ന് ചൂടാക്കാനായിട്ട് ആദ്യം വെക്കാം. അത് വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് കോഴീനെ കൊല്ലാം. അതിന് മുന്നേ അടുപ്പൊന്ന് സെറ്റാക്കണം. എന്തിട്ടി നോക്കി നിക്കണ? വായ വിറകൊക്കെ എടുക്ക, അടുപ്പ് കത്തിക്ക്. വീട്ടിലടുപ്പ് കത്തിക്കാറില്ലേ? വായ പരിപാടി ചെയ്യ്. നോക്കി എന്നിട്ട് കാര്യമില്ല. ടൈമില്ല മോളെ ഇതില്ലേ. വേഗം വായ പരിപാടി നടക്കട്ടെ. അപ്പൊ നോക്കിയാ വെള്ളം തിളച്ചോണ്ടിരിക്കുള്ളൂ. അപ്പോഴേ നമുക്ക് ഇവിടെ ഒരു കാര്യം ചെയ്യാം. ഇവിടെ വെച്ച് മുട്ടിയ കാര്യങ്ങളൊക്കെ വെക്കാനായിട്ട് നമുക്കിവിടെ ടേബിളും കാര്യങ്ങളൊന്നും ഇല്ലേ. ഇത് നമ്മള് പ്രതീക്ഷിക്കാണ്ട് ചെയ്ത പരിപാടിയായ കാരണം അതിനുള്ള സെറ്റപ്പ് ഇല്ല. അപ്പൊ നമ്മുടെ ഇവിടെ ഒരു എന്തെങ്കിലും നോക്കുള്ള അതിനുള്ള ഒരു പരിപാടിക്കുള്ള എന്തെങ്കിലും കാര്യം ചെയ്യണം. ചിലപ്പോൾ നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ ഒരു 3-4 പെട്ടി ഇരിക്കുന്നുണ്ട്. അപ്പൊ ആ പെട്ടി വെച്ചിട്ട് അതിന്റെ മുകളിൽ വല്ല പഴയ ടാർപ്പായി എടുക്കുന്നുണ്ട്. അതൊന്ന് കഴുകി കട്ട് ചെയ്തിട്ട് എന്തായാലും ചെയ്തിട്ട് മുട്ടി വെച്ചിട്ട് നമുക്ക് സബോളയും കാര്യങ്ങളൊക്കെ അരിയാം. അപ്പൊ അത് വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. വെള്ളം അങ്ങനെ ചൂടാകൊണ്ടിരുന്നിട്ട് അപ്പൊ നമുക്ക് പോയിട്ട് കോഴീനെ കൊല്ലാം. അപ്പൊ കോഴീനെ കൊല്ലണം നമുക്ക് യൂട്യൂബില് ചാനലിൽ നമുക്ക് കാണിക്കാൻ പറ്റില്ല. അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ കാറിന്റെ ചോര കൊല്ലണ വീഡിയോസ് അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ അടിച്ചു പോകുന്ന പറഞ്ഞേക്കണത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ അതിൽ കാണിക്കണില്ല. പിന്നെ അത് മാത്രല്ല, ചോരയ്ക്ക് പേടിയുള്ള ആൾക്കാർ കൂടി ഉണ്ട് ഇത് കൂട്ടത്തിലേ. അപ്പൊ നമുക്ക് അത് പോയി ചെയ്തിട്ട് വരാം. അപ്പൊ പേടിയുള്ള കാരണം ഞാൻ നീങ്ങുന്നുണ്ടേ, കൊന്നിട്ട് വരാം. ഉറങ്ങിയ അപ്പൊ നമുക്ക് ഒരു 2-3 പെട്ടി ഇട്ടുണ്ട്. അപ്പൊ ഇത് വെച്ചിട്ട് നമുക്ക് അതിന്റെ മുകളിൽ ഒരു ടാർപ്പായ സെറ്റുകളെ കാര്യങ്ങൾ നോക്കാം. ഇതിന്റെ മുകളില് ടാർപ്പായ പെട്ടി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കാര്യങ്ങളൊക്കെ സെറ്റായി. നമുക്ക് 2-3 ടാർപ്പായ പീസ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇതൊന്ന് കഴുകിയെടുക്കാം. ഇവിടെ കിട്ടുന്ന പൊടി പിടിച്ചിരിക്കുക. അപ്പൊ ഇത് കഴുകിയെടുത്തിട്ട് സെറ്റാക്കാം. നനച്ചെടി കോഴീനെ ഇതാക്കിണ്ട്. അപ്പൊ നമുക്ക് ചൂടുവെള്ളത്തിലിട്ടിട്ട് ഇതിന്റെ പപ്പും തൂലൊക്കെ ഒന്ന് പറിച്ചെടുക്കാട്ടാ കോഴീനെ. അപ്പൊ നോക്കിയാൽ നമ്മൾ കോഴീനെ കൊന്ന് അത് ചൂടുവെള്ളത്തിലിട്ട് അതിന്റെ തോലൊക്കെ പപ്പും തൂലൊക്കെ ഇങ്ങനെ പറിച്ചു കളഞ്ഞിട്ടുണ്ട് അതിന്റെ. എന്നാലും ചെറുതായിട്ട് അവിടെ ഇടയ്ക്ക് ഇട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പൊ നമുക്കിത് ചെറുങ്ങനെ ഒന്ന് അടുപ്പത്ത് ഇങ്ങനെ തീ കത്തണണ്ട അതിൽ വെച്ചിട്ടൊന്ന് കരിച്ചെടുക്കാം. അപ്പൊ ഇതിന്റെ ഈ രോമങ്ങളും ഈ തൂലൊക്കെ അങ്ങോട്ട് കരിഞ്ഞ് പൊക്കോളും. അതിന് ശേഷം വെട്ടി കഴുകിയെടുക്കാട്ടാ.
അവൻ കോഴിയെ റെഡിയാക്കി കൊണ്ട് വരുമ്പോഴേക്ക് നമുക്ക് ബാക്കി കാര്യങ്ങൾ സെറ്റാക്കി വെക്കാം. വെളുത്തുള്ളി, തക്കാളി, ഇഞ്ചി, മല്ലിയില, പച്ചമുളക്. എടാ കറിവേപ്പില ഇല്ലല്ലോ. ഇതാ നിക്കണണ്ട, രണ്ടും മരം നിൽക്കുന്നുണ്ട് കറിവേപ്പില, ഇഷ്ടം പോലെ ഉണ്ട്. എങ്ങനെയാണെങ്കിൽ പൊട്ടിച്ചോ. അപ്പൊ നോക്കിയ ഇതിന് നമ്മള് ചൂടുവെള്ളത്തിൽ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പൊ ഇതിൽ ഇട്ടിട്ടേ നമുക്ക് ഇതിന്റെ രോമൊക്കെ ഒന്ന് കത്തിച്ച് കളയാട്ടാ. ഇഷ്ടം പോലെ തൂവല് നിൽക്കുന്നുണ്ട്, ഇതിന്റെ ഒന്ന് കരിച്ച് കളഞ്ഞിട്ട് സെറ്റാക്കാം. നമുക്കിതായ ഉരുളി ഒന്ന് കഴുകിയെടുക്കാട്ടാ. അപ്പൊ നമുക്ക് നോക്കിയ ഇതില് ഉരുളി വെച്ച് കൊടുക്കാം. ഇതിലെ മെയിൻ സാധനം എന്ന് പറഞ്ഞാൽ നാളികേരാണ്. ഈ നാളികേരം ചുട്ടിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ആദ്യം നാളികേരം നമുക്ക് പൊളിച്ചിട്ട് ചുട്ടെടുക്കാട്ടാ. നമ്മളിപ്പോ അവിടെ ചട്ടി ചൂടാകാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഈ നാളികേരം പൊളിച്ചെടുത്തിട്ടുള്ള നാളികേരം വെച്ചു കൊടുക്കട്ടോ, ഒന്ന് ഇതായി കിട്ടാൻ വേണ്ടിട്ട്. അപ്പൊ അതിൽ കിടന്നിട്ട് അതൊന്ന് സെറ്റ് ആവട്ടെ. അപ്പൊ നമുക്ക് ഈ ഓയില് സൺഫ്ലവർ ഓയിലാട്ടാ, അത് കുറച്ചാദ്യം ഒഴിച്ചു കൊടുക്കാം. ചട്ടി ചൂടായിട്ട് നല്ല പോലെ. അപ്പൊ അതിൽ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നോക്കിയാ നമ്മുടെ നാളികേരം ഏകദേശം ഒക്കെ നോക്കിയാൽ നമുക്ക് പുറത്തേക്ക് എടുക്കാനുള്ള ലെവലായി തുടങ്ങിയിട്ടാ. കുറച്ചുകൂടെ നമുക്ക് അങ്ങോട്ട് പുറത്തേക്ക് എടുക്കാം. അപ്പേ നമുക്ക് അതിലത്തെ നാളികേരം ഇങ്ങോട്ട് എടുക്കാം പുറത്തേക്ക് കേട്ടാ. നാളികേരം ഏകദേശമൊക്കെ അതിൻ്റെ അങ്ങോട്ട് എടുക്കാം പുറത്തേക്ക്. അപ്പൊ നോക്കിയാ ഉള്ളിത് നന്നാക്കി കൊണ്ടുണ്ട്. അപ്പൊ അത് കഴുകിണ്ട്. അപ്പൊ അത് ഇട്ട് കൊടുക്കാം നമുക്ക് ആദ്യം. ചെറുള്ളി ഇടണം ആദ്യം. A few moments later. അതെ, ആദ്യത്തെ കുറച്ച് ചെറുള്ളി അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആദ്യം കുറച്ച് ചെറുള്ളി ഇട്ട് കൊടുക്കാട്ടാ. കയ്യില് ചതച്ച് വെച്ചിട്ടുള്ള വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി നമുക്ക് ഇട്ട് കൊടുക്കട്ടെ. അതിലേക്ക് ചതച്ച് വെച്ചിട്ടുള്ളതാണ് ഇട്ട് കൊടുക്കാം. ഇതിൽ കുറച്ച് പച്ചമുളക് അരിഞ്ഞിട്ട് കൊടുക്കാം. അപ്പൊ ഇനി നമുക്ക് ഇതിലേക്ക് ഇത് പെട്ടെന്ന് വാടി വരാൻ വേണ്ടിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കണ്ട അതിലേക്ക്. ആ സബോള ഒന്ന് നമുക്ക് ഇതിലേക്ക് ഒരു 3 സബോള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ആ സബോള ഇട്ട് കൊടുക്കാം. കുറച്ച് മഞ്ഞപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം. നമുക്ക് അതാകുമ്പോ പെട്ടെന്ന് തന്നെ വാടി കിട്ടും. അതിന് വേണ്ടി കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടുണ്ട്, കുറച്ച് ഉപ്പിട്ടുണ്ട്, കുറച്ച് വേപ്പില പൊടിച്ചിട്ടുണ്ട്. നമുക്ക് അതിൽ കുറച്ച് വേപ്പില ഇട്ട് കൊടുക്കാം. 2-3 തക്കാളി അരിഞ്ഞുണ്ട് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് കുറച്ച് കാശ്മീരി മുളക് പൊടി ചേർക്കുന്നുണ്ട് കേട്ടോ, കളറിന് വേണ്ടിയിട്ടാ. ഇടിച്ച മുളക് ഇട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് കാശ്മീരി മുളക് പൊടി. ഇതിലേക്ക് കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. നമുക്ക് ഇതൊന്നും സ്പൂൺ അളവല്ല കേട്ടോ, കൈ അളവ് നമ്മൾ ഇടണമെന്നുള്ളൂ. നാളികേരം പൊളിച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ചതച്ചെടുക്കാം കേട്ടോ. അപ്പൊ സബോളയും ചുവന്നുള്ളി ഇതൊക്കെ നല്ലപോലെ വാടി തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് അതിലേക്ക് കുറച്ച് ഇടിച്ചു വെച്ചിട്ടുള്ള മുളക് ഉണ്ട് കേട്ടോ, വറ്റൽ മുളക് എന്ന് പറയും. അത് കുറച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ. അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ചിക്കൻ കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ചിക്കൻ നമുക്ക് അതിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതിൽ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കണ്ട. ഇത് നമുക്ക് കുറച്ച് നേരം മൂടി വെച്ച് വേവിക്കാം. മൂടി വെച്ച് വേവിക്കാനായിട്ട് നമ്മുടെ അതിൽ വേറെ പാത്രമില്ല. അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം, ഇവിടെ പറമ്പിൽ പോയിട്ട് ഒരു വാഴര ഇല വെട്ടി കൊണ്ടുവന്നിട്ട് അത് വെച്ച് മൂടാം. തൽക്കാലം അത് നമുക്ക് നടക്കുള്ളൂ. ഇവിടെ
അപ്പൊ നോക്കിയാൽ നമുക്ക് ഇതിലേക്ക് ഈ ഇല വെച്ച് മൂടി കൊടുക്കാം കേട്ടോ. മൂടി വെച്ച് വേവിക്കാൻ എന്നിട്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ. നമുക്ക് ഉപ്പ് കുറവാണ്, എല്ലാവരും ആവശ്യത്തിന് ഇട്ട് കൊടുത്താൽ മതി. നമ്മൾ നമ്മുടെ ഇതിൽ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്താൽ കേട്ടോ. കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് മസാല കേട്ടോ, ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഇത് കണ്ടില്ലേ, ജീരകം ചതച്ചാട്ടത്, അത് കുറച്ച് ജീരകം ചതച്ചിട്ട് കൊടുക്കാം നമുക്ക്. അപ്പൊ അതായത് നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള നാളികേരം അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ആ ശരത്ത, ഇതെങ്ങനെയുണ്ട് നോക്കാൻ പോണ നീയാണ്. ആശുപത്രി പോകേണ്ടി വരും നീ. വിരല് പോയിട്ട് ഇതിനെ കൂടെ തിന്നുമ്പോൾ നോക്കണം, അതിന്റെ വിരല് പോട്ടാ. അങ്ങനത്തെ സാധനമാണ് ഉണ്ടാക്കണത് നമ്മള്. എന്തായാലും ഇന്ന് നോക്കണ ഇതിനുണ്ടെന്ന്. അവസാനമായിട്ട് ഇതിൽ കുറച്ചും കൂടി ഉണ്ട്, കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം നമുക്ക്. അത് കഴിഞ്ഞ് പരിപാടി കഴിഞ്ഞു. അത് നമുക്ക് കൊണ്ട് എടുക്കാം. സാധനം ഒക്കെ ഉണ്ട്, വെന്തിട്ടുണ്ട്. ഞാൻ നോക്കി വിരല് പോണ കറി തന്നെ, നോക്കിയിട്ട് കാര്യമില്ല ഒരു സാധനം. നല്ല മണമൊക്കെ വരുന്നുണ്ട്. ഒരു പീസ് തരുമോ നമുക്ക് പ്രമാണിയോട് ചോദിച്ചു നോക്കാം. ഒരു പീസ് തരുമോ? എങ്ങനെയുണ്ട് നോക്കിയ സാധനം, എങ്ങനെയുണ്ട് നോക്കിട്ട് പറയും. നല്ല മണമൊക്കെ ഉണ്ട്. കൊള്ളാം, നന്നായിട്ടുണ്ട്. തേങ്ങയൊക്കെ ഉണ്ട്. ഞാനിത് ഫസ്റ്റ് ടൈമാണ് കഴിക്കുന്നത്. എന്തായാലും ഞങ്ങളുടെ ഈ വരവ് വെറുതെ ആയില്ല. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. ഇവൻ ഇത്രയും നല്ലതായിട്ട് കുക്ക് ചെയ്യും എന്നുള്ള കാര്യം എനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ. നല്ലൊരു ഷെഫാണ്. ഇനി ഇടയ്ക്കൊക്കെ വന്ന് നമുക്ക് അവനെ ബുദ്ധിമുട്ടിച്ച് വളരെ ടേസ്റ്റി ആയിട്ട് നല്ല വെറൈറ്റി ആയിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കി കഴിക്കാം.